ഹായ് പിള്ളേരെ, എന്തുണ്ട് വിശേഷം? നമ്മളിന്ന് ന്യൂ ഈസ്റ്റേൺ അറേബ്യൻ ആൻഡ് ഇന്ത്യൻ ഫുഡ്, അതായത് കാരാവലി ഉടുപ്പി ഒരു നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി ഉച്ചയ്ക്ക്. മെയിനായിട്ടും ഇവിടെ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഇവിടുത്തെ ഡൈനിങ് ഒക്കെ അടിപൊളിയാണ്, എന്നിട്ട് നീറ്റ് ആൻഡ് ക്ലീനാണ്. അതുകൊണ്ടൊക്കെ തന്നെ നല്ല ആംബിയൻസ് ഉള്ളൊരു സ്ഥലവും കൂടാണ് കേട്ടോ. നമ്മളിവിടെ നേരത്തെ വന്നിട്ടുണ്ട്. ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് മെയിൻ. അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ് ഇഡലി, നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഇഡലി, അതുകൊണ്ടിങ്ങനെ പൂരി, കുറുമ, അതുകൊണ്ടൊക്കെയുള്ള എല്ലാ ഐറ്റങ്ങളും, ദോശ, എല്ലാ ഐറ്റങ്ങളും ഇവിടെ കിട്ടുന്നതാണ്. നമ്മൾ നേരത്തെ വന്ന് കഴിച്ചിട്ടുണ്ട്. നമ്മളിവിടെ ചോറും കറിയും കഴിക്കാനായിട്ട് പോയതാണ്. അപ്പോൾ അവർ പറഞ്ഞ് താലിയാണുള്ളതെന്ന്. പക്ഷെ നമ്മൾ പണ്ടൊരിടത്ത് പോയി താലിയാന്ന് പറഞ്ഞ് കഴിക്കാൻ പോയി. പക്ഷെ നമുക്ക് അവിടെ അടി പറ്റി. താലി കുഴപ്പമില്ലായിരുന്നു അവിടുത്തെ കറികളൊന്നും, പക്ഷെ താലിയല്ലായിരുന്നു. ഇവിടെ ചെന്നപ്പോഴാണ് ഇതാണ് താലി. കുറച്ച് കറികളേ ഉള്ളൂ, പക്ഷെ കറികളെല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. അതായത് ചപ്പാത്തി ഉണ്ട്, പപ്പടം, ചോറ്, അതുകൊണ്ടൊക്കെ തന്നെ ക്യാബേജ് തോരൻ, സാമ്പാർ, കടലക്കറി, ഡാല്, അതുകൊണ്ടൊക്കെ തന്നെ വേറൊരു വെജിറ്റബിൾ കറിയും കൂടെ ഉണ്ട്. പിന്നെ പായസം. ഇത്രയായിരുന്നു താലിയുടെ കൂടെ ഉണ്ടായിരുന്നത്. കുഴപ്പമില്ല, നല്ല ഫുഡായിരുന്നു. കുറച്ച് കറികളുള്ളൂ. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നെയും തരും കേട്ടോ എല്ലാം. ഞാൻ ക്യാബേജ് വരെ ഒരുപാട് വട്ടം മേടിച്ച് കഴിച്ചു. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ വന്ന് കഴിക്കാം. റിഫേലാണ്, വെസ്റ്റ് റിഫേലാണ്. നിങ്ങൾക്ക് വെസ്റ്റ് റിഫേ പോകുന്നവർക്ക് അവിടുന്ന് ഇവിടെ കയറാം. അതുകൊണ്ടൊക്കെ തന്നെ 700 ഫിൽസേ ഉള്ളൂ കേട്ടോ. നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ച് ഈ താലി എത്ര ആവും നമുക്കറിയില്ലായിരുന്നു. പക്ഷെ നമ്മൾ ബില്ല് പേ ചെയ്യാൻ നേരം അവർ പറയുന്നത് 1,400 ആയതേ ഉള്ളൂ, അതായത് 700 ഫിൽസ്. അതുകൊണ്ടൊക്കെ തന്നെ ചോറും കടലയും ആ ക്യാബേജ് പറഞ്ഞ ഇച്ചിരി പപ്പടവും എല്ലാം കൂടെ വെച്ചൊരു പിടുത്തം പിടിച്ച്. വെജ് താലിയാണ് ഞങ്ങൾ കഴിച്ചത് കേട്ടോ. വെജ് താലി കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പോകാൻ പറ്റുന്ന ഒരു ബെറ്റർ സ്ഥലമാണ്. നമ്മൾ കഴിച്ചതിന് ശേഷം കണ്ടില്ലയോ, എല്ലാം കംപ്ലീറ്റ് ആക്കി നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ